Hi all, now the topic trigonometric functions. ത്രികോണമിതീയ ഏകതങ്ങൾ. നമുക്കറിയാം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് നമ്മൾ 10ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണല്ലേ. പിന്നീട് നമ്മളിപ്പോൾ പഠിച്ചാലും അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻസ് എപ്പോഴും കയറി വരാറുണ്ട്. അതായത് ഇക്വേഷൻസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ലാപ്ലേസ് ഇക്വേഷൻസ് പറയുകയാണെങ്കിലും എല്ലാത്തിലും നമുക്ക് ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഐഡൻറ്റിറ്റീസ് ആവശ്യമുണ്ടായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ത്രികോണമിതീയ ഏകതങ്ങൾ എന്താണെന്നും അതുപോലെ തന്നെ ഡിഗ്രി മെഷർ, റേഡിയൻ മെഷർ ഇതൊക്കെ എന്താണെന്നാണ് പറയുന്നത്. ഇതിനൊന്നും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മലയാളം ടേംസ് ഒന്നും കാണാൻ കഴിയില്ല നിങ്ങൾക്ക്. നമുക്ക് നോക്കാം. ത്രികോണമിതീയ ഏകതങ്ങൾ. ഒരു ത്രികോണത്തിലെ കോണുകളുടെ അളവും വശങ്ങളുടെ നീളവും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ത്രികോണമിതി. ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടല്ലേ. അതായത് നമുക്കൊരു റൈറ്റ് ആംഗിൾ മട്ട ത്രികോണം തന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു അക്യൂട്ട് ആംഗിളിൻ്റെ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ട്രിഗണോമെട്രിക് റേഷ്യോസ് പറയാൻ പറ്റും. ഏതൊക്കെയാണ് ട്രിഗണോമെട്രിക് റേഷ്യോസ്? ഇപ്പോൾ ഇതാണ് നമ്മളുടെ എ എന്ന് പറയുന്ന ആംഗിളെങ്കിൽ നമ്മൾ സൈൻ എ, കോസ് എ, ടാൻ എ ഒക്കെ നമ്മൾ 10ാം ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് നമുക്ക് പരിചയമുള്ളത് ഇതാണ്. ഒരു റൈറ്റ് ആംഗിളിൽ ട്രയാംഗിൾ എടുത്തിട്ടുണ്ട്. ആ റൈറ്റ് ആംഗിളിൽ ട്രയാംഗിളിൽ ഒരു അക്യൂട്ട് ആംഗിൾ ഉണ്ട്. ആ അക്യൂട്ട് ആംഗിളിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ പറയുന്നതിനെയാണ് നമ്മൾ അവിടെ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് എന്താണ് ആംഗിൾ എന്നാണ്. നമുക്ക് ആംഗിൾ എന്താണെന്ന് നോക്കാം. കോൺ. ഒരു രശ്മി അതിൻ്റെ നിശ്ചിത സ്ഥലത്ത് നിന്നും എത്ര കറങ്ങി എന്നതിൻ്റെ അളവാണ് കോൺ. അതായത് ഒരു റേ ഉണ്ട്. ആ ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഒരു റേ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നിടത്ത് നിന്ന് അത് എത്രമാത്രം റൊട്ടേറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ ആ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ മെഷർമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺ, ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ടെർമിനൽ അതായത് ഇവിടെയാണ് നമ്മളുടെ ഇനീഷ്യൽ സൈഡ്. ആ ഇനീഷ്യൽ സൈഡിൽ നിന്നും ഇവിടുന്ന് ഒരു റേ ഇങ്ങനെ പോയിട്ട് ഒരു ടെർമിനൽ സൈഡിൽ വന്നെത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രമാത്രം റൊട്ടേറ്റ് ചെയ്തു എന്നതിനെയാണ് തീറ്റ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ തീറ്റ. അതായത് ഇതിനെയാണ് നമ്മൾ കോൺ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ഡയറക്ഷൻ എടുക്കുന്നതെങ്കിൽ നമ്മളതിനെ പോസിറ്റീവ് ആംഗിൾ ആണെന്ന് പറയും. ഓക്കെ, തീറ്റ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് പോസിറ്റീവ് ആയിരിക്കും ഇതിൻ്റെ മെഷർമെൻറ്റ്. ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ അതായത് നമ്മളിതിനെ പോസിറ്റീവ് ആംഗിൾ എന്ന് പറയുന്നത് അതിസംഖ്യാകോൺ. ഓക്കെ, മലയാളത്തിൽ നമ്മളതിനെ അതിസംഖ്യാകോൺ എന്ന് പറയും. അപ്പോൾ നമ്മളുടെ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഡയറക്ഷൻ നമ്മൾ അപ്രദക്ഷിണം എന്ന് പറയും. ഓക്കെ, ഇനി ഇവിടെ തിരിച്ച് അതായത് നമ്മൾ നെഗറ്റീവ് ആംഗിൾ എന്താണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇതാണ് നമ്മളുടെ ഇനീഷ്യൽ സൈഡ്, ദാറ്റ് ഈസ് ആരംഭവശം. അവിടുന്ന് നമ്മൾ ഇതിനെ നമ്മൾ നെഗറ്റീവ് ഡയറക്ഷനിൽ, അതായത് ഇതാണ് നമ്മളുടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് എടുത്തപ്പോഴാണ് പോസിറ്റീവ് വന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മളിതിനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഈ അന്തിമവശമാണിത്, അതായത് അതിൻ്റെ ടെർമിനൽ സൈഡ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിളാണ് തീറ്റ. ഓക്കെ, ഇതിനെ നമ്മൾ ന്യൂനസംഖ്യാകോൺ എന്ന് പറയും. ഇപ്പോൾ ഇത് 30 ആണെങ്കിൽ ഇത് -30 അങ്ങനെയാണ് കേട്ടോ പറയുന്നത്. ഇതിപ്പം തീറ്റ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണെങ്കിൽ 30 ഡിഗ്രി. ഇത് തീറ്റ എന്ന് പറയുന്നത് അതായത് ഈ അളവ് 30 ആണെങ്കിൽ ഇതിന് ഡയറക്ഷനും കൂടെ വരുമ്പോൾ -30 ഡിഗ്രിയിൽ വരും. ദാറ്റ് ഈസ് ഇതിൻ്റെ അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ. അപ്പം ഇത് നമ്മൾ പറയും ദിശ എന്ന് പറയുന്നത് പ്രദക്ഷിണമാണ്. ഓക്കെ, ഇനി നമ്മൾ ഡിഗ്രി മെഷറും റേഡിയൻ മെഷറും, അതായത് നമുക്കിപ്പം ആംഗിൾ റെപ്രസെൻറ്റ് ചെയ്യാൻ 2 മെത്തേഡ്സ് ആണുള്ളത്. അതിലൊന്ന് ഡിഗ്രി മെഷറാണ്, ഒന്ന് റേഡിയൻ മെഷറാണ്. അപ്പോൾ നമുക്ക് ഡിഗ്രി മെഷർ എന്താണെന്ന് ഫസ്റ്റ് നോക്കാം. ഞാൻ ഈസിയാണ് കേട്ടോ, നിങ്ങൾക്ക് ഇതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ. പിന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുന്നത്. ഒരു രശ്മി അതിൻ്റെ നിശ്ചിത സ്ഥലത്ത് നിന്നും കറങ്ങി വീണ്ടും ആരംഭിച്ച സ്ഥലത്തെത്തുകയാണെങ്കിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കി എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു ഭ്രമണത്തിൽ ഉണ്ടാകുന്ന കോണളവിനെ മൂല ആധാരമാക്കി 360 തുല്യ ഭാഗങ്ങളാക്കി വിഭജിക്കുകയാണെങ്കിൽ അതിൽ ഒരു ഭാഗത്തെ ഒരു ഡിഗ്രി എന്ന് പറയുന്നു. അതായത് നമുക്കൊരു റേ ഉണ്ട് നമ്മുടെ കയ്യിൽ. അതായത് നമുക്ക് എല്ലാവർക്കും മലയാളം വേർഡ്സ് പരിചയം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇംഗ്ലീഷിൽ പറയുന്നത്. ഒരു റേ ഉണ്ട് കയ്യിൽ. ആ റേ എന്ത് ചെയ്തു? ഇങ്ങനെ കറങ്ങി ഇവിടെ നിന്ന് കറങ്ങി വീണ്ടും ഇതേ സ്ഥലത്ത് എത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഭ്രമണം പൂർത്തിയാക്കി എന്ന് പറയാം. അതായത് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു റെവല്യൂഷൻ, 1 കംപ്ലീറ്റ് റെവല്യൂഷൻ എന്നാണ് പറയുന്നത്. അതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ
നമ്മൾ എന്തൊക്കെ ഇവിടെയാണ് നമ്മളുടെ ഒറിജിൻ. ഈ ഒറിജിനെ നമ്മൾ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താക്കി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ പോർഷനെ നമ്മൾ 360 തുല്യ ഭാഗങ്ങളാക്കി വിഭജിച്ചു. അങ്ങനെയാണെങ്കിൽ ഓരോ ഭാഗത്തിനെയും ഇങ്ങനെ നമ്മൾ ഈ ഒരു ഇതിനെ നമ്മൾ 360 ഭാഗങ്ങളാക്കി നമ്മൾ ഇങ്ങനെ വിഭജിക്കുകയാണ്. ഓക്കെ, അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 1/360 ഈ കംപ്ലീറ്റ് റെവല്യൂഷന് 1/360 പാർട്ട് എത്രയാണോ അതിനെയാണ് നമ്മൾ 1 ഡിഗ്രി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? 360 തുല്യ ഭാഗങ്ങളാക്കി വിഭജിക്കുകയാണെങ്കിൽ അതിൽ ഒരു ഭാഗത്തെ ഒരു ഡിഗ്രി എന്ന് പറയും. ദാറ്റ് ഈസ് 1/360 ഓഫ് ദി കംപ്ലീറ്റ് റെവല്യൂഷൻ. ഓക്കെ, അതാണ് നമ്മളുടെ ഡിഗ്രി അളവ് ഡിഗ്രി മെഷർമെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഡിഗ്രി മെഷർ എന്നൊക്കെ തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റിലും പറഞ്ഞിരിക്കുന്നത്, ഡിഗ്രി അളവ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഈ 360 ഡിഗ്രി ആക്കിയിട്ട്, അതായത് 360, അപ്പോൾ ടോട്ടൽ നമുക്ക് ആ കംപ്ലീറ്റ് റെവല്യൂഷൻ 360 ഡിഗ്രി എന്ന് പറയാം. അപ്പോൾ ഇതാണ് കേട്ടോ കുറച്ച് എക്സാമ്പിൾസ് പറയാം ഞാൻ. ഇതാണ് ഇപ്പോൾ ഇവിടുന്ന് ഈ അതായത് ഈ ഒരു റേ ഇങ്ങനെ കറങ്ങി ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്ന കോണാണ് 60 ഡിഗ്രി. ഓക്കെ, ഇവിടെ -40 ഡിഗ്രി. ഇതിൻ്റെ ആംഗിള് നെഗറ്റീവ് ആയതുകൊണ്ടാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമ്മൾ അടയാളപ്പെടുത്തിയതുകൊണ്ടാണ്. ഇതും അതുപോലെ തന്നെ ഇത് നെഗറ്റീവ് 180 ആണ്. ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് പോസിറ്റീവ് 180 ആയിരിക്കും. ഓക്കെ, ഇനിയല്ല കേട്ടോ, തിരിഞ്ഞാണേ, സോറി, ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതല്ലേ നമ്മളുടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. എന്താ പറ്റുക, ഇതാണ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ. ഇത് നമ്മൾ 180 ഡിഗ്രി. ഓക്കെ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, അത് -180 ഡിഗ്രി. ഓക്കെ, ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഇതിനെ മെഷർ ചെയ്തുകൊണ്ടേയിരിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കംപ്ലീറ്റ് മെഷർ ചെയ്തിട്ട് ഇങ്ങനെ എടുത്തപ്പം ഇത് 390 ഡിഗ്രിയാണ് എഴുതിയിരിക്കുന്നത്. അതായത് 360 + 30 ഡിഗ്രി, 30 ഡിഗ്രിനോട് ഈക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് 1 ഡിഗ്രി = 60 മിനിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് നമുക്കിപ്പം പറഞ്ഞു നമുക്ക് ഒരു കംപ്ലീറ്റ് റെവല്യൂഷനിൽ ഒരു 360 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഒരു പാർട്ടിനെയാണ് 1 ഡിഗ്രി എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു പാർട്ടിനെ ഇവിടെ ഇതൊരു ഡിഗ്രിയാണ്. ഈ ഒരു ഡിഗ്രീനെ വീണ്ടും നമ്മൾ 60 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതിലൊരു പാർട്ടിന്, അതായത് 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിലൊരു പാർട്ടിനെയാണ് നമ്മൾ 1 മിനിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 1 ഡിഗ്രി = 60 മിനിറ്റ്സ്. അപ്പോൾ 1 ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും, 60 മിനിറ്റ്സ് ആയിരിക്കും. ഇനി ഇവിടുന്ന് നമുക്ക് വീണ്ടും എന്ത് കിട്ടും, അതായത് ഈ ഒരു 1 ഡിഗ്രീനെ നമ്മൾ 60 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പാർട്ടിനെയാണ് 1 മിനിറ്റ് എന്ന് പറയുന്നത്. ആ 1 മിനിറ്റിനെ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യാം, 60s ആയിട്ട് ഡിവൈഡ് ചെയ്യുക, 60 ഭാഗങ്ങളാക്കുക. ആ 60 ഭാഗങ്ങളിൽ ഒരു ഭാഗത്ത് നമ്മൾ 1 സെക്കൻഡ് എന്ന് പറയും. അതായത് 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ്സ് ആണ്. ഓക്കെ, നമ്മളെ ഹെൽപ്പ് ചെയ്യും ഈ രണ്ട് കാര്യങ്ങളും. നമ്മൾ ഡിഗ്രി പറയുമ്പോൾ പോയിന്റ് ഇട്ടിട്ട് നമ്മൾ എഴുതില്ല, അത് മിനിറ്റിലും സെക്കൻഡ്സിലുമാണ് പിന്നെ എഴുതുന്നത്. ഓക്കെ, ഇനി നമുക്ക് റേഡിയൻ മെഷർ എങ്ങനെയാണ് അളക്കുന്നതെന്ന് നോക്കാം. റേഡിയൻ മെഷർ ഒരു യൂണിറ്റ് ആരമുള്ള വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ ആരത്തിന് തുല്യമായ ചാപം ഉണ്ടാക്കുന്ന കോണിൻ്റെ അളവാണ് ഒരു റേഡിയൻ. അതായത് നമുക്ക് ഒരു യൂണിറ്റ് ആരമുള്ള, അതായത് 1 യൂണിറ്റ് റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ഉണ്ട് നമ്മുടെ കയ്യിൽ. 1 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, ഇവിടെ നമ്മൾ ഇതിലെ റേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ 1 യൂണിറ്റ് ആണല്ലോ, ഇതിൻ്റെ റേഡിയസ് 1 യൂണിറ്റ് ആണ്. അപ്പം ഇതേ അളവിൽ നമ്മൾ ഈ ചാപത്തിൽ അതായത് ഈ ആർക്കിൽ നമ്മൾ 1 യൂണിറ്റ് എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മളൊരു ആംഗിൾ അടയാളപ്പെടുത്താം. ഈ ആംഗിളിനെയാണ് നമ്മൾ 1 റേഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ പറയാം, 6 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ഉണ്ട് നമ്മുടെ കയ്യിൽ. എന്നാൽ നമ്മൾ 6 റേഡിയസ് ഉള്ള അതായത് ഈ 6 റേഡിയസ് എത്രയാണോ, മീൻസ് 6 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ഉണ്ട് നമ്മുടെ കയ്യിൽ. എന്നിട്ട് ഇവിടെ നമ്മൾ ആർ എത്രയാണോ അത്രയും അളന്നിട്ട് നമ്മൾ ഇതേ ഒരു കോണാണ്. ഇത് 6 ആണ് കേട്ടോ, ഈ ആർക്ക് ലെങ്ത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് നമ്മൾ 1 റേഡിയൻ എന്ന് പറയും. ഓക്കെ, ഇതും ആനുപാതികമല്ലേ. ഓക്കെ, ഒരു യൂണിറ്റ് ആരമുള്ള വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് ആരത്തിന് തുല്യമായ ചാപം ഉണ്ടാക്കുന്ന കോണിൻ്റെ അളവാണ് 1 റേഡിയൻ. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ 1 റേഡിയൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ എടുക്കുമ്പോൾ നമ്മളത് 1 റേഡിയൻ എന്ന് പറയും. ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് -1 റേഡിയൻ എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു അതായത് 1 ചാപത്തിൻ്റെ നീളം 1 ആണെങ്കിൽ നമ്മൾ അതിനെ 1 റേഡിയൻ എന്ന് പറയും. ഇവിടെ ചാപത്തിൻ്റെ നീളം 2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 1 റേഡിയൻ, എഗെയിൻ ഒരു 1 റേഡിയൻ. സോ നമുക്ക് എന്ത് കിട്ടും? 2 റേഡിയൻ എന്ന് കിട്ടും. ക്ലിയർ? ഓക്കെ. അതായത് നമുക്കിപ്പം കോമൺ ആയിട്ട് നമുക്ക് റേഡിയൻ മെഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ പറയാൻ പറ്റും. അതായത് L ഡിവൈഡഡ് ബൈ R, ദാറ്റ് ഈസ് ചാപത്തിൻ്റെ നീളം ഡിവൈഡഡ് ബൈ R എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റേഡിയൻ മെഷർ എത്രയാണോ അത്രയും കിട്ടും. ഓക്കെ, ചാപത്തിന് എത്ര നീളമുണ്ടോ അതിന് നമ്മൾ ആരം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റേഡിയൻ മെഷർ കിട്ടും. അതായത് ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. ഓക്കെ, ഇനി നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ റേഡിയൻ ആൻഡ് ഡിഗ്രി മെഷർ, നമ്മളിനി ഈ റേഡിയൻ മെഷറിൻ്റെയും ഡിഗ്രി മെഷറിൻ്റെയും എങ്ങനെയാണ് ഇത് റിലേറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പം നമുക്കറിയാം, അതായത് ഇപ്പോൾ 2π റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ പിന്നെ നമുക്ക് തരുന്നതാണ് 360 പോർഷൻ അല്ലേ, അതായത് 360 പാർട്ടാണ് തരിക നമ്മൾ പറഞ്ഞു. 360 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ നോക്കാം, ചാപത്തിൻ്റെ നീളം ഡിവൈഡഡ് ബൈ ആരം എന്ന് പറയുന്നത്, ഇപ്പം ചാപത്തിൻ്റെ നീളം നമ്മൾ ഫുൾ സർക്കിളാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ചാപത്തിൻ്റെ നീളം എന്താ? 2πr വരും അല്ലേ. എന്നിട്ട് നമ്മൾ ആരത്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ റേഡിയൻ എന്തായിരിക്കും? 2π ആയിരിക്കും. അതായത് നമ്മളൊരു ഫുൾ സർക്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചാപത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ആ സർക്കിളിൻ്റെ ചുറ്റളവല്ലേ വരിക, ദാറ്റ് ഈസ് സർക്കംഫറൻസ്. അതായത് 2πr ഡിവൈഡഡ് സർക്കംഫറൻസ് അല്ലേ, പെരിമീറ്റർ. 2πr ഡിവൈഡഡ് ബൈ r. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ, അതായത് 2π റേഡിയൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിക്ക് ഈക്വലൻ്റ് ആണ്. അതുപോലെ പൈ റേഡിയൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? 180 ഡിഗ്രിക്ക് ഈക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് വണ്ണാണ് കേട്ടോ, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്കൊരു ചെറിയ നോട്ട് നോക്കാം. കോണിനുള്ളിലെ ചാപം വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയാണ് ഡിഗ്രി അളവ് അല്ലേ. കോണിനുള്ളിലുള്ള ആ ചാപം, കോണിനുള്ളിലെ ചാപം വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് അളവിനെയാണ് ഡിഗ്രി അളവെന്ന് പറയുന്നത്. ചാപം ആരത്തിൻ്റെ എത്ര മടങ്ങാണ് എന്ന് സൂചിപ്പിക്കുന്ന അളവാണ് റേഡിയൻ അളവ്. ഓക്കെ, കോണിനുള്ളിലെ ചാപം വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയാണ് ഡിഗ്രി അളവ്. അതുപോലെ ചാപം ആരത്തിൻ്റെ എത്ര മടങ്ങാണ് എന്ന് സൂചിപ്പിക്കുന്ന അളവാണ് റേഡിയൻ അളവ്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, നമുക്ക് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഡിഗ്രി അളവ് എങ്ങനെയാണ് റേഡിയൻ അളവിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അതുപോലെ റേഡിയൻ അളവ് എങ്ങനെയാണ് ഡിഗ്രി അളവിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്ന് പറയാം. അപ്പം നോക്കാം, കാണുന്നില്ലേ നിങ്ങൾക്ക്? ഡിഗ്രി അളവ് ഈക്വൽ ടു 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു റേഡിയൻ അളവ്. അപ്പോൾ നിങ്ങളിവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമുക്കിത് ചിലപ്പോൾ മാറിപ്പോവാം അല്ലേ. ഡിഗ്രി അളവ് ഈക്വൽ ടു 180 ഡിഗ്രി, ചിലവർ ഇങ്ങനെയായിരിക്കും ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവാം, വേറെ ഏതെങ്കിലും തരത്തിലായിരിക്കും. പക്ഷേ ഞാൻ ഒരു എളുപ്പവിദ്യ കണ്ടിട്ട് ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. ഡിഗ്രി അളവ് ഈക്വൽ ടു 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു റേഡിയൻ അളവ്. ഏതെങ്കിലും ഒന്ന് പഠിക്കുക കേട്ടോ, ബാക്കിയുള്ളത് നേരെ തിരിഞ്ഞല്ലേ വരുന്നത്. റേഡിയൻ അളവ് ഈക്വൽ ടു പൈ ബൈ 180 ഡിഗ്രി ഇൻറ്റു ഡിഗ്രി അളവ്. അപ്പോൾ ഇത്രയും നോക്കിയാൽ മതി. ചിലവരിങ്ങനെ റേഷ്യോ ഒക്കെ എടുത്തിട്ട് ചെയ്യുന്നതാണ്, അതും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്യുക. ഇവിടെ ഇപ്പം ഡിഗ്രി അളവ് എന്നാണല്ലോ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ 180 ഡിഗ്രിയാണ് മുകളിൽ വരിക. ഞാൻ ഡിഗ്രി അളവിലോട്ടാണ്, എനിക്ക് റേഡിയൻ അളവാണ് തന്നിരിക്കുന്നത്, അപ്പോൾ ഞാൻ ഡിഗ്രി അളവ് ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ എനിക്ക് 180 ഡിഗ്രി എന്നാണ് മുകളിൽ വരേണ്ടത്. ഓക്കെ, 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു റേഡിയൻ അളവ്. അപ്പോൾ ഞാനിത് മാത്രമേ പഠിച്ചു വെച്ചിട്ടുള്ളൂ. ഡിഗ്രി അളവ് ഈക്വൽ ടു 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു റേഡിയൻ അളവ്. ഇനി റേഡിയൻ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ മുകളിൽ റേഡിയൻ അളവാണ് വരിക. ഓക്കെ, ഓർത്ത് വെക്കാൻ വേണ്ടി ചെയ്തു വെക്കുന്നതാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഇതിപ്പം ഡിഗ്രി അളവിനെ റേഡിയൻ അളവിലോട്ടും റേഡിയൻ അളവിനെ ഡിഗ്രി അളവിലോട്ടും പിന്നെ കൺവേർട്ട് ചെയ്യുന്നതാണ് തൊട്ട് മുമ്പ് പറഞ്ഞ ഇക്വേഷൻ. ഇനി ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ യൂസ് ചെയ്ത മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യില്ലേ, ആ യൂസ് ചെയ്യുന്ന ഡിഗ്രി അളവുകളും റേഡിയൻ അളവുകളും ഈക്വലൻ്റ് ആയിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ 0 ആണെങ്കിൽ റേഡിയൻ 0 തന്നെയാണ്. ഡിഗ്രി 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ ബൈ 6, ദാറ്റ് ഈസ് 180 ഡിവൈഡഡ് ബൈ 6. 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ ബൈ 4. 60 ഡിഗ്രി പൈ ബൈ 3. 90 ഡിഗ്രി പൈ ബൈ 2. 180 ഡിഗ്രി പൈ. 270 ഡിഗ്രി 3 പൈ ബൈ 2. 360 ഡിഗ്രി 2 പൈ. ഇത് ഓർത്ത് വെക്കണം കേട്ടോ, ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ്, നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു ടേബിളാണ്, നന്നായിട്ട് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ക്ലോക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് 2-3 ടിപ്സ് നോക്കാം. കാര്യമായിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, PSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു ക്ലോക്കിലെ 2 അടുത്തടുത്ത സംഖ്യകൾക്കിടയിലെ കോൺ 30 ഡിഗ്രിയാണ്, അതായത് പൈ ബൈ 6 ആണ് അല്ലേ. 12 ആണുള്ളത്, മൊത്തം 360 ആണുള്ളത്.
12 ഡിജിറ്റ്സ് അല്ലേ ക്ലോക്കിൽ. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, 360/12 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 30 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ. ഒരു മിനിറ്റിൽ മിനിറ്റ് സൂചി 6 ഡിഗ്രിയാണ് കറങ്ങുന്നത്. ഒരു മിനിറ്റിൽ മിനിറ്റ് സൂചി 6 ഡിഗ്രിയാണ് കറങ്ങുന്നത്. ഒരു മിനിറ്റിൽ മണിക്കൂർ സൂചി ഹാഫ് ഡിഗ്രിയാണ് കറങ്ങുന്നത്. ഒരു മിനിറ്റിൽ മിനിറ്റ് സൂചി 6 ഡിഗ്രിയാണ് കറങ്ങുന്നത്. ഒരു മിനിറ്റിൽ മണിക്കൂർ സൂചി ഹാഫ് ഡിഗ്രിയാണ് കറങ്ങുന്നത്. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. പ്രോബ്ലംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വലിയ എന്താ പറയുക, ഇതിപ്പം ചോദിക്കുമെന്ന് നമുക്കറിയില്ല, പക്ഷെ നമ്മളിങ്ങനെയുള്ള പ്രോബ്ലംസ് പഠിച്ചു വെക്കുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. കൺവേർട്ട് 135 ഡിഗ്രി ഇൻറ്റു റേഡിയൻ മെഷർ. അപ്പോൾ എനിക്ക് എന്താണ് വേണ്ടത്, റേഡിയൻ മെഷർ ആണല്ലേ വേണ്ടത്. അപ്പോൾ എൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റേഡിയൻ മെഷർ ഈക്വൽ ടു π/180 ഇൻറ്റു ഡിഗ്രി മെഷർ. ഓക്കെ. അപ്പോൾ റേഡിയൻ മെഷർ ഈക്വൽ ടു π/180 ഇൻറ്റു 135. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്ര കിട്ടാം, 135 180. അപ്പം 27, അപ്പം നമുക്ക് 36 അല്ലേ. എഗെയിൻ നമുക്ക് 27ഉം 36ഉം 3π/4 എന്ന് വരും. ഓക്കെ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാനുണ്ട്. കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് മാത്രമേ പറയുന്നുള്ളൂ. അതിൽ 2 മാത്രം ഇത് പറയുകയാണ്. കൺവേർട്ട് 20 ഡിഗ്രി 40 മിനിറ്റ് ഇൻറ്റു റേഡിയൻ മെഷർ ഓക്കെ. നമുക്ക് നോക്കാം. അപ്പം നമുക്ക് എന്താ വേണ്ടത്, 20 ഡിഗ്രി 40 മിനിറ്റ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, റേഡിയൻ മെഷറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതിനെ നമുക്ക് റേഡിയൻ മെഷറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രാക്ഷൻസിൻ്റെ രൂപത്തിലേക്ക് എഴുതാം. കാരണം നമുക്ക് അവിടെ 40 മിനിറ്റ് എന്ന് എഴുതാൻ പറ്റില്ല, അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് 20 ഡിഗ്രി പ്ലസ് 40/6, അതായത് ഇങ്ങനെയാണല്ലോ, ജസ്റ്റ് 40/60 ഡിഗ്രി ആണല്ലോ 40 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 20 ഡിഗ്രി പ്ലസ് 4/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3 വരും അല്ലേ, 2/3 ഡിഗ്രി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് ക്രോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 62 ഡിവൈഡഡ്/3 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ഇതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 62/3നെ നമുക്ക് എന്ത് ചെയ്യാം, റേഡിയൻ മെഷറിലോട്ട് മാറ്റാം. റേഡിയൻ മെഷർ ഈക്വൽ ടു π/180 ഇൻറ്റു ഡിഗ്രി മെഷർ അല്ലേ, ഡിഗ്രി മെഷർ. അപ്പോൾ നമുക്കിവിടെ π/180 ഇൻറ്റു ഡിഗ്രി മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 62/3 ആകിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിനെയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 231. ഇവിടെ നമുക്ക് 180ന് 90 അല്ലേ, 31π/3 ഇൻറ്റു 90 270. ദിസ് ഇസ് ദ ആൻസർ. ഇതാണ് റേഡിയൻ മെഷർ. ഓക്കെ. നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. 3 അല്ലേ, മൂന്നാമത്തെ പ്രോബ്ലം. കൺവേർട്ട് 1/5 റേഡിയൻ ഇൻറ്റു ഡിഗ്രി. ഇതായിരിക്കും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവുക. കാരണം ഇതിലിപ്പം റേഡിയൻ ഇൻറ്റു ഡിഗ്രി, ഇതാണ് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവുക. കാരണം ഡിഗ്രി മെഷറിനെ സെക്കൻഡ്സിലോട്ടും മിനിറ്റ്സിലോട്ടും എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഡിഗ്രി മെഷറാണ്. ഡിഗ്രി മെഷർ ഈക്വൽ ടു, ഞാനിത് ആദ്യം എഴുതുന്നത് എന്താണ്, ഇക്വേഷൻ എനിക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ 180 ഡിഗ്രി/π ഇൻറ്റു റേഡിയൻ. എനിക്ക് ഇഷ്ടമുള്ള പോലെ പഠിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ π ഇൻറ്റു 1/5 എന്ന് കിട്ടും. നമ്മളിതിനെ കട്ട് ചെയ്യാം. അപ്പോൾ 180ൽ 3 വരും, 30ൽ 6. അപ്പോൾ നമുക്ക് 36/π എന്ന് കിട്ടും അല്ലേ, 36/π. ഇതിനെ ഞാൻ വീണ്ടും കൺവേർട്ട് ചെയ്യാണ്. പൈനെ എനിക്ക് 22/7 എഴുതാമല്ലോ, 36/22/7. ഫ്രാക്ഷൻസിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 36 × 7 ഡിവൈഡഡ് ബൈ 22. നമുക്കിവിടെ
1, 8, 11. ഇനി 18 into 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 126/11. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് നമ്മളുടെ ഡിഗ്രി അളവ് കിട്ടിയത്. നമ്മൾ പറഞ്ഞു ഡിഗ്രി അളവ് നമ്മൾ എന്ത് ചെയ്യില്ല, ഫ്രാക്ഷൻസിൽ പറയില്ല. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം, ഡിഗ്രി അളവിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യണം? മിനിറ്റ്സിലോട്ടും സെക്കൻഡ്സിലോട്ടും കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. നമുക്ക് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 126നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 11 into 11 അല്ലേ, 121. 6 - 1 5. അപ്പോൾ നമുക്ക് ഈ 126/11 എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം? 11 അതുപോലെ തന്നെ 5/11 അല്ലേ, മിക്സഡ് ഫ്രാക്ഷൻസിലൂടെ എഴുതിക്കൂടെ? ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതിക്കൂടെ? 11 ഡിഗ്രി പ്ലസ് 5/11 ഡിഗ്രി. ഇതിനെ മാറ്റണം അല്ലേ, നമ്മൾ സെക്കൻഡ്സിലോട്ട് മാറ്റണം. അതായത് നമ്മളിതിനെ 11 ഡിഗ്രി പ്ലസ് 5/11 into 60. സെക്കൻഡ്സ് ആണേ, ഡിഗ്രി ഞാൻ സെക്കൻഡ്സിലോട്ട് മാറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് 11 ഡിഗ്രി പ്ലസ്, ഇവിടെ ഇങ്ങനെ പ്ലസ് ഇടണമെന്നൊന്നുമില്ല, എനിക്ക് അണ്ടർസ്റ്റുഡ് ആവാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടാം? 5 into 60. ഇവിടെ കട്ട് ചെയ്യാനൊന്നുമില്ലല്ലോ. 300/11. ഇവിടെ നമുക്ക് 300/11 ഇത് സെക്കൻഡ്സ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ഫ്രാക്ഷൻസ് എന്ന് മാറ്റാൻ വേണ്ടിയിട്ട് 311 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 27 27 കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനോട്ട് മാറ്റുമ്പോൾ 11 ഡിഗ്രി പ്ലസ് 27 11/3 കിട്ടും. അപ്പോൾ ഇവിടെ ഇത് സെക്കൻഡ്സ് ആണ്, അപ്പോൾ ഇതിനെ നമ്മൾ മിനിറ്റ്സ് ആണ്, ഇതിനെ നമ്മൾ സെക്കൻഡ്സിലോട്ട് മാറ്റുക. 27 പ്ലസ് 11/3 into 60. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ്സിലോട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 27 സെക്കൻഡ്, ഇവിടെ നമുക്ക് ഇത് തെറ്റല്ലേ, ഇങ്ങനെയല്ല ഇതാ 11/3 അല്ല, 11/3 അല്ല, സോറി ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. തിരിച്ചാണല്ലേ വേണ്ടത്. 27 3/11, സോറി. അപ്പോൾ ഇവിടെ നമുക്ക് 3/11 into 60 ഇതാണ്. അപ്പോൾ ഇതിനെ സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതിനെ 180/11 എന്ന് എഴുതാം. അപ്പോൾ 180 ഇവിടെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ 11 70, അപ്പോൾ 6 വരും, 66 4 വരും. അപ്പോൾ ഇവിടെ ഞാനിത് അപ്രോക്സിമേറ്റ് ചെയ്യാണ്. വിച്ച് ഇസ് ഈക്വൽ ടു പിന്നെ 11 ഡിഗ്രി 27 minutes 16 seconds. ഓക്കെ, ദിസ് ഇസ് ദ ആൻസർ. ഇനിയിപ്പം ഒരു 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നിർത്താം. ഫൈൻഡ് ദ ആംഗിൾ ഡിസ്ക്രൈബ്ഡ് ബൈ ദ മിനിറ്റ് ഹാൻഡ് ഓഫ് എ വാച്ച് ഇൻ 60 minutes. എത്രയാണ്? ഫൈൻഡ് ദ ആംഗിൾ. ഞാനിത് ഇംഗ്ലീഷിൽ ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അതായത് മലയാളീകരിച്ചിട്ടില്ല. ഫൈൻഡ് ദ ആംഗിൾ ഡിസ്ക്രൈബ്ഡ് ബൈ ദ മിനിറ്റ് ഹാൻഡ് ഓഫ് എ വാച്ച് ഇൻ 60 minutes. 60 മിനിറ്റിൽ മിനിറ്റ് ഹാൻഡ് ഉണ്ടാക്കുന്ന കോൺ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് എത്രയായിരിക്കും? 2π റേഡിയൻ. ഓക്കെ, ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ആവില്ലേ 60 മിനിറ്റിൽ ഒരു മിനിറ്റ് ഹാൻഡ് സൂചി. രണ്ടാമത്തത് ഫൈൻഡ് ദ മെഷർ ഓഫ് ദ ആംഗിൾ മെയ്ഡ് ബൈ മിനിറ്റ് ഹാൻഡ് ഇൻ 40 minutes. അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മിനിറ്റ് സൂചി 40 മിനിറ്റിൽ ഉണ്ടാക്കുന്ന കോണളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 60 മിനിറ്റിൽ ഒരു ഫുൾ റെവല്യൂഷൻ കിട്ടും അല്ലേ, 1 ഫുൾ റെവല്യൂഷൻ ഉണ്ടാവും. അറിയാലോ, 1 കംപ്ലീറ്റ് റെവല്യൂഷൻ. ഓക്കെ, നമുക്കറിയാലോ 60 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റ് കേട്ടോ. അപ്പോൾ 1 ഫുൾ റെവല്യൂഷനായി. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ 1 മിനിറ്റിൽ എത്രയായിരിക്കും? 1/60th ഓഫ് ദ ഫുൾ റെവല്യൂഷൻ അല്ലേ, 1/60 റെവല്യൂഷൻ, അതായത് 60ൽ ഒരു റെവല്യൂഷൻ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്താണ് പിടിക്കേണ്ടത്? 40 മിനിറ്റിൻ്റെ റെവല്യൂഷൻ. അപ്പോൾ 40 മിനിറ്റിൽ എത്രയായിരിക്കും? 1/60 into 40. ഇത് എത്ര പാർട്ടാണെന്ന് നോക്കിയാൽ പോരെ നമുക്ക് ആംഗിൾ അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ആംഗിൾ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? 40/60 into 2π ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്?
4π/3 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, ഇനി 2πയുടെ എത്ര വോട്ടാന്ന് നോക്കിയാൽ മതി കേട്ടോ. മനസ്സിലായിട്ടുണ്ടാവുന്ന വെച്ചാൽ ഇന്ന് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. The minute hand of a watch is 1.5 cm long. Find the distance covered by its tip in 40 minutes. അതായത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു വാച്ചിലെ മിനിറ്റ് ഹാൻഡിൻ്റെ നീളം എന്ന് പറയുന്നത് 1.5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 40 മിനിറ്റ്സിൽ അതിൻ്റെ ടിപ്പ് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. നേരത്തെ നമ്മളോട് ആംഗിൾ ആയിരുന്നു ചോദിച്ചത്, ഇപ്പം നമ്മളോട് ചോദിക്കുന്നത് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, എന്താണ്? തീറ്റ ഈസ് ഈക്വൽ ടു L/R. ഇവിടെ നമുക്ക് L ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? തീറ്റ R എന്ന് എഴുതിക്കൂടെ? അതായത് നമ്മളിപ്പോൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? 40 മിനിറ്റ്സിൽ ഉണ്ടാവുന്ന ആംഗിൾ എത്രയാ റേഡിയൻ അളവിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. റേഡിയസ് ആണ് നമുക്ക് ഈ തന്നിരിക്കുന്നത് 1.5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെങ്ത്, ആർക്ക് ലെങ്ത്, അതായത് ആ ഇങ്ങനെ 40 മിനിറ്റ്സിൽ എത്ര മാത്രം കവർ ചെയ്യുന്നു എന്നുള്ളത് ഇതാണ് കണ്ടുപിടിക്കുന്നത്. ദിസ് ഇസ് L ആൻഡ് ദിസ് ഇസ് തീറ്റ ആൻഡ് ദിസ് ഇസ് R. ഓക്കെ, അപ്പോൾ നമുക്ക് L കണ്ടുപിടിക്കാം. L ഇസ് ഈക്വൽ ടു തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4π/3 അല്ലേ. 4π/3 ഇൻറ്റു R എന്ന് പറഞ്ഞാൽ 1.5 സെൻറ്റിമീറ്റർ. പിന്നെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുക. 1.5 ഇൻറ്റു 4 ഇൻറ്റു 3.14 ഡിവൈഡഡ് ബൈ, ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് 6.28 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും കേട്ടോ ചെയ്യാൻ. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ NCERT ബുക്സിൽ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മലയാളത്തിന് ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ അവൈലബിൾ ആണല്ലോ. അപ്പോൾ നല്ല രസമായിട്ട് അതിൽ വായിക്കാൻ പറ്റും. നിങ്ങൾ വായിച്ച് നോക്കാം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.